വേദിയിലിരിക്കുന്ന വിശിഷ്ട ഏ ആരുമില്ലല്ലോ. എന്നാൽ സദസ്സിലിരിക്കുന്ന സദസ്യരെ അവിടെയും ആരുമില്ല. ഒരാൾ എൻ്റെ പരിപാടി കാണാൻ വരുന്നുണ്ടല്ലോ. വരണം മിസ്റ്റർ, വരണം. എനിക്ക് സന്തോഷമായി. ഒരാളെങ്കിലും എൻ്റെ പരിപാടി കാണാൻ വരുന്നുണ്ടല്ലോ. മഞ്ഞ ഷർട്ടുമിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് വരുന്ന ആ മധ്യവയസ്കനെ കാണുമ്പോൾ വരണം. വരൂ, ഇവിടെ എൻ്റെ പ്രസംഗം കേൾക്കാൻ വരൂ. നമസ്കാരം സാർ. താങ്കൾക്കെങ്കിലും എൻ്റെ പ്രസംഗം കേൾക്കാൻ വരാൻ തോന്നിയല്ലോ. വെരി താങ്ക് ഗുഡ്, യു. വെരി താങ്ക് ഗുഡ്, യു. വെരി വെരി ഗുഡ്. സാർ ഇപ്പോ ആ. ഇവിടെ ഒരു വിവാദം നടന്നല്ലോ. അവിടെ എത്തിപ്പെടേണ്ട ആദ്യം പത്രക്കാരാണ്. ആ, സാർ ഒരു വിവാദ പുരുഷനാണല്ലോ ഇപ്പോ. ആ. ഞാനൊരു ചാനലുകാരനും. പ്രസംഗം കേൾക്കാനല്ല, പ്രസംഗം കേൾക്കാനല്ല, ഇന്റർവ്യൂ ചെയ്യാൻ. ഇന്റർവ്യൂ ചെയ്യാൻ സൂര്യൻ വന്നതാ. ടി വിന്നാ. വെരി ഈ ഗുഡ്. പ്രോഗ്രാമിന്റെ പേര് ഇപ്പം നടക്കാം. ഇപ്പോൾ നടക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും വെറുതെ ഇങ്ങനെ ഇവിടെ വിസ്തൂരിതമായി നിൽക്കുകയാണോ? നടക്കുകയല്ലേ വേണ്ടത്? സാറിന്റെ അടുത്ത് ചോദിക്കാൻ നമുക്ക് ചോദ്യങ്ങൾ. സാർ, സാറിന് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തൊക്കെയാണ്? നിന്ന് പറയാമല്ലോ അല്ലേ? പറഞ്ഞോളൂ സാർ. ഞാൻ സ്കൂളിലെ ഒരു അധ്യാപകനാണെന്നുള്ള കാര്യം അറിയാമല്ലോ. അതെ, അധ്യാപകനായിരുന്നു. അത് ശരി. സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ മഴ വരുന്നുണ്ടായിരുന്നു. മഴ. അപ്പോൾ മഴ നനഞ്ഞ് ഒരു കുട്ടി വന്നപ്പോൾ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, അന്തരീക്ഷത്തിൽ നിന്നും ഊർന്നിളകുന്ന ജലകണികകൾ നിന്റെ ശരീരത്തിൽ പ്രവഹിച്ചതുകൊണ്ടാണോ താൻ ക്ലാസ്സിൽ വരാൻ വൈകിയതെന്ന് വളരെ ലളിതമായി ചോദിച്ചപ്പോൾ ലളിതമായിട്ട് ആ കുട്ടി പറയുകയാണ്, അതുകൊണ്ടല്ല, മഴ നനഞ്ഞതുകൊണ്ടാണ് വരാൻ വൈകിയത് എന്ന്. അതല്ലേ? ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് സാഹിത്യവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കണ്ടല്ലേ? സാർ മനസ്സിലാക്കേണ്ടത് ലളിതമായിട്ട് പറഞ്ഞു കൊടുത്തു. ലളിതമായിട്ട് പറഞ്ഞു കൊടുത്തു. സാഹിത്യം കുട്ടിയെ തൊട്ട് വേണ്ടിയിട്ടില്ല. സാർ ഇത് ഇപ്പം നടക്കാന്നാണ് ഈ പരിപാടിയുടെ പേര്. നടക്കാം. നടക്കും. അതായത് ഇപ്പോ സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിരുന്ന ഉപ്പു സത്യാഗ്രഹം ഉണ്ടല്ലോ, അതിന്റെ അനുഭവം എന്താണ് സാർ? വളരെ കഠിനമേറിയതായിരുന്നു അത്. ഉപ്പു സത്യാഗ്രഹം എത്രയോ മാസങ്ങളോളം ഞങ്ങൾ ഉപ്പൊന്നും ഇല്ലാത്ത ഭക്ഷണമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കൂടി വളരെ ബോറായി പോയി ഞാൻ. അതല്ലേ? ആ, അപ്പൊ ഇപ്പൊ നടക്കാം. ഇപ്പൊ നടക്കാം. സാർ ഇപ്പോ ഈ സെൻസെക്സ് ആ, ഓഹരി വിപണി ഇടിഞ്ഞല്ലോ, ആ. അതിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? വളരെ വളരെ ദുഃഖകരമായ വാർത്തയാണത്. ഓഹരി വിപണി ഇടിഞ്ഞല്ലോ. ആ. നമ്മുടെ ആ. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അത് ആലോചിക്കണം. അതിന്റെ അടിയിൽപ്പെട്ട് മരിച്ചവർക്ക് 1 രൂപ കൊടുത്തോ ഇവർ? ഏത് ഇടിഞ്ഞ ഓഹരി വിപണിയുടെ അടിയിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടാവുമല്ലോ ആളുകൾ ആളുകൾ. മരിച്ചോ? അപ്പോൾ അവർക്ക് പൈസ കൊടുക്കണം, അവരെ കുടുംബത്തെ പുനരധിവസിപ്പിക്കണം. അപ്പൊ സാറിന് ഇതിനെ കുറിച്ചൊക്കെ നല്ല നല്ല വിവരമാണല്ലേ? വിവരമാണ്. എവിടുന്നാണ് എല്ലാം സാർ അറിയും. ഇതൊക്കെ വരുന്നത്? എല്ലാം അറിയുന്നവൻ ഞാൻ ശംഭോ മഹാദേവ എന്നാണല്ലോ. അതൊരു സിനിമയിൽ ഡയലോഗ് അല്ലേ? എല്ലാം അറിയുന്നവൻ ഞാൻ ശംഭോ മഹാദേവ, മോഹൻലാലിന്റെ പടത്തിലെ. അത് അവര് മോഷ്ടിച്ചതാണ്, അതെല്ലേ? അല്ലാതൊന്നുമില്ല. സാർ ഇപ്പൊ നടക്കാം. നടക്കും. ഈ ഓഗസ്റ്റ് 15-ാം തീയതി ആ, ഓഗസ്റ്റ് 15-ാം തീയതി ഉണ്ടല്ലോ, ഉം. ആ ഓഗസ്റ്റ് 15-ന്റെ പ്രത്യേകത എന്താണ് സാർ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഓഗസ്റ്റ് 15-ന്റെ അതെ, അറിയാം. പ്രത്യേകത എല്ലാ ഇന്ത്യക്കാർക്കും അറിയാവുന്ന എന്നാൽ സാറിന്റെ കാര്യമാണല്ലോ. വായിൽ നിന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം. ഓഗസ്റ്റ് 15-ന് ഇന്ത്യയിൽ എല്ലാ സ്കൂളിലും കുട്ടികൾക്ക് ആ, മിഠായി കൊടുക്കുന്ന ദിവസമാണ്. അത് മാത്രമുള്ള പ്രത്യേകത? വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. അത് പറയാ. അത് പറയാൻ വേണ്ടി പോവുകയാണ്. മിഠായി കിട്ടാത്ത കുട്ടികൾക്ക് ചില സ്കൂളിൽ പായസവും കൊടുക്കും. പായസം കൊടുക്കും. ആ, ആ രണ്ട് പ്രത്യേകത മാത്രമേ ഉള്ളൂ. വേറൊന്നുമില്ല. വേറെന്താ ഉള്ളത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണെന്ന് അതെപ്പോ കിട്ടി? എപ്പോഴാണ് അത് കിട്ടിയത്? അറിഞ്ഞില്ലായിരുന്നു. അത് എന്നായിരുന്നു ആ ഡേറ്റ്? ഓഗസ്റ്റ് 15-ന്. അന്ന് എന്റെ അമ്മായിയുടെ മകളുടെ കല്യാണമായിരുന്നു. ആണോ? ഞാൻ അതിന് പോയതായിരുന്നു. അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഓക്കെ. ആ, ഇപ്പൊ നടക്കാം സാർ. നടക്കാം. അല്ല സാറേ, ഈ ചെറുപ്പത്തിൽ ആ, സാറിന്, എനിക്കിപ്പോ സാറിന്റെ ആക്ഷൻ കണ്ടപ്പോ തോന്നിയതാണ്, ആ. ചെറുപ്പത്തിൽ ഈ കടല ഇങ്ങനെ കുറുക്കുന്ന പരിപാടി ഉണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് ആക്കുന്നു. കടല കുറിക്കുന്നതല്ല അത്. ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞോളൂ സാർ. ചെറുപ്പത്തിലൊരു ക്രിക്കറ്റ് പ്ലെയറായിരുന്നു. അപ്പൊ Player നിങ്ങൾ ആയിരുന്നു. കരുതും ക്രിക്കറ്റ് പ്ലെയറായ ഞാൻ എന്തിനാ ഇങ്ങനെയാക്കണമെന്ന്. എന്റെ ബൗളിംഗ് സ്പിൻ ബൗളിംഗ് ആയിരുന്നു. പിൻബോളർ ഞാൻ ആയിരുന്നു. കയ്യിലിട്ട് ഇങ്ങനെ ആക്കിയപ്പോ അങ്ങനെ വന്നാണല്ലേ? എന്റെ സ്വഭാവം കൊണ്ട് കളിയിൽ നിന്നും എനിക്ക് പോകേണ്ടി വന്നു. എന്റെ ആക്ഷൻ ഞാൻ ഉപേക്ഷിച്ചില്ല അപ്പോഴും. അതുകൊണ്ടാണല്ലേ? ഇപ്പൊ നടക്കാം. ആ. സാർ ഇപ്പോ വിവാഹത്തിലേക്ക് കടക്കാം. നമുക്ക് വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ സാർ എന്താണ് കല്യാണം കഴിക്കുന്നത്? വേണ്ട. വിവാഹം വേറെണ്ട്. പറ സാർ. സാർ നാണിക്കണ്ട സാർ, പറഞ്ഞോളൂ. വിവാഹം പറയണ്ട. പറഞ്ഞോളൂ സാർ. സാർ എന്താണ് കല്യാണം കഴിക്കാത്തത്? കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ടല്ലോ, ആദ്യ രാത്രി അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റ് എന്ന ചടങ്ങ്. അതൊരു നല്ല ചടങ്ങല്ലേ? അത് ലളിതമായി പറഞ്ഞു തരാം ആ ചടങ്ങ് എന്താണെന്ന്. ആ.
കിടാധികമായ ജനവിഭാഗങ്ങളെ ഒരു കട്ടിലിന്റെ മുകളിൽ അവിസ്മരണമായി അതിൽ നിന്നും ഊർത്തിളകുന്ന ജനവിഭാഗങ്ങളെ കണികകൾ കൊണ്ട് ആവിർഭവിച്ച അവിസ്തൂരമായി ആവിർഭവനത്തിന്റെ കൃസ്ത്രാനിക ബട്രിയുള്ള ഗോഷ്ട്രമല്ലേ കാണിക്കുന്നത്? ആദ്യ രാത്രി എന്ന് പറഞ്ഞാ പോരാ, അത് തെറ്റാണത്. അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്. ഫസ്റ്റ് നൈറ്റും തെറ്റാണ്, തെറ്റാണ്. അതുകൊണ്ടാ സാർ കല്യാണം കഴിക്കാത്തത്. ഒരിക്കലും ഇപ്പൊ പാടില്ല നടക്കാം അത്. നടക്കാം. അപ്പൊ ഈ സാറിന്റെ ഈ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് വെച്ചാല് ഉം. ഭൂമിയിൽ ഊർത്തിളകിയ തണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന ആ വേരിന്റെ കാംശികമായ തലവിധീരമായ ഉദാരമായ അക്ഷീയമായ മുഷ്ട്രുവുള്ള ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടല്ലോ. കപ്പയല്ലേ? ഏ കപ്പ അങ്ങനെയും പറയാം. ഇതാണോ ഇത്ര ഈ കാഷ്ട്രീയമായ എന്നൊക്കെ പറഞ്ഞത്? നിങ്ങൾ വളഞ്ഞ വഴിക്ക് പറഞ്ഞു, ഞാൻ നേരെ വഴിക്ക് പറഞ്ഞു. നേരെ വഴിക്കാണ് പറഞ്ഞത്. ആ, കപ്പ എന്ത് ചെയ്യും സാർ? കപ്പ ഞാൻ ഗലകളികളായ കടലോരത്ത് നിന്നും ആ. കിട്ടുന്ന ഈ ഏ. നത്തോലി ഉം. അഥവാ ചാള എന്ന് പറയുന്ന ആളുകളുണ്ടൊക്കെ ഉണ്ടല്ലോ, ഉം, 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 ആ. അതും കൂട്ടി ആവിർഭവനമായി കുഴച്ച് വിഴുങ്ങും ഞാൻ. അറിയാമോ? കപ്പയും മത്തിയും കഴിക്കും, അങ്ങനെയും പറയും. അത്രേ ഉള്ളൂ. ഇപ്പൊ നടക്കാം ഇപ്പൊ സാർ. നടക്കാം. സാറിന് ഇഷ്ടപ്പെട്ട ആ. നടി ഏതാണ് സാർ? എനിക്ക് ഇഷ്ടപ്പെട്ട നടി എന്ന് പറയുന്നത് ഉം. ഷക്കീലയാണ്. ഷക്കീലയോ? ആ, അപ്പൊ നല്ല പാർട്ടിയാണല്ലേ സാറ്, പ്രേക്ഷകർ കേൾക്കുന്നുണ്ട്. പ്രേക്ഷകർ കേൾക്കണം, എല്ലാവരും ഒന്ന് അറിയട്ടെ, എല്ലാവരും അറിയണം ഇത്. വേണമെങ്കിൽ ഞാൻ ഈ ക്യാമറയിൽ നോക്കി പറയാം. ആ. എല്ലാവരും അറിയണം. എന്തുകൊണ്ട് അതെ, നിങ്ങൾ അതെ. ഷക്കീലയെ ഇഷ്ടപ്പെടുന്നില്ല? സാർ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവളുടെ സിനിമയിൽ ഓരോ വിദേശ ഉം. വസ്ത്രങ്ങളും ഉരിഞ്ഞെറിഞ്ഞ് നമ്മുടെ ജനങ്ങളോട് പ്രാഭിമുഖ്യം കാണിക്കുകയല്ലേ. ഓഹോ, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയാണ് അതിൽ. അതെല്ലേ? ആ, പിന്നെ ഈ കുളിയുടെ കാര്യത്തിലൊക്കെ നല്ല കുളിയുടെ കാര്യത്തിൽ അതാണ്. ഒരു ദിവസം 10-17 പ്രാവശ്യം കുളിക്കുന്ന ഏത് വ്യക്തിയുണ്ട് കേരളത്തിൽ? വൃത്തിയാണല്ലേ? വൃത്തിയാണ്. വൃത്തിയുടെ പര്യായവും അതുപോലെ തന്നെ ആ. വിദേശ വസ്ത്രത്തിന്റെ ബഹിഷ്കരണത്തിന്റെ പര്യായവുമാണ് അവൾ. ഓ, സാർ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ നടക്കാം. അത് ആ. നടക്കാം. സാറിന്റെ ഹോബി എന്താണ് സാർ? എന്റെ ഹോബി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാന്യമായി നടക്കുന്ന ആളുകളുണ്ടല്ലോ, ആ. അവരെല്ലാം അടച്ചാക്ഷേപിക്കുക. മാന്യമായിട്ട്? നടക്കുന്നവരെ അടച്ചാക്ഷേപിക്കുക. അതെ. ആ, അതെന്തൊരു സ്വഭാവമാണ് സാർ? ഏ? അതല്ല എന്റെ ഹോബി. അതാണ് ഹോബി. അതെ. ശരിക്കും സാറിന്റെ മുന്നിൽ നിന്ന് എനിക്ക് ചിരിക്കാൻ പേടിയാണ്. ഈ ചിരി എന്ന് പറയുന്നത് ശരിക്കും വഞ്ചനയുടെ ചിരിയാണ്. ആണോ? ഒരു കാട്ടാള ഹൃദയന്റെ ചിരിയാണ്. നിങ്ങളുടെ മുഖത്തെ ദൃഷ്ട്യമായ കണ്ണിന്റെ ധാർഷ്ട്യമുണ്ടല്ലോ, മതി മതി. അശ്ലീലമായ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, ആ. അശ്ലീലമായ ധാർഷ്ട്യത്തിന്റെ ചിരിയാണ് നിങ്ങൾ ഇപ്പൊ ചിരിച്ചത്. സാർ അന്ന് വേറെന്താണോ പറഞ്ഞു? എന്താ എഴുതിയത്? ആഭാസമായ ചിരിയെന്നോ? ആ, അതുണ്ട്. ഓർമ്മിപ്പിച്ചത് നന്നായി. ആഭാസമായ ആ, ചിരിയോ? ആ ചിരിയുണ്ട് ഇതിൽ. അത് ശരിയാ ശരിയാ. മനസ്സിലാക്കണോ അത്? ഓക്കെ ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ്, ഒരു ഫോൺ വരുന്നുണ്ട്. ആണോ? വലിയ സാറിനൊരു ഫോൺ ബുദ്ധിമുട്ടാണ്. കോൾ വരുന്നുണ്ട്, എടുത്തോളൂ സാർ. വളരെ ബുദ്ധിമുട്ടായി ഫോൺ കോൾ ആ, ആ, ഉണ്ട്. ദിവസവും ഓരോരുത്തർ വിളിച്ച് വെറുതെ ആ. ഒന്നുമില്ലാതെ മോശമായ രീതിയിൽ ഈ പറയുകയാണ്. തെറിയാണോ സാർ? അങ്ങനെയുള്ള ഞാനൊരു അറിയാതെ ഒരു പ്രസംഗ വേദിയിൽ വെച്ച് ഒന്ന് ഹിറ്റായി കിട്ടാൻ വേണ്ടി ഒരു മന്ത്രിയെക്കുറിച്ച് വേണ്ടാതെ ഒരു കാര്യം പറഞ്ഞു ആ, പോയി, ആ. കൂട്ടിൽ വിസർജിക്കുന്ന എന്നൊക്കെ. അതിനുശേഷം അദ്ദേഹത്തിന് കേരളത്തിൽ ഇത്രയും ആരാധകരുള്ള വിവരം ബെല്ലടിക്കുന്നു സാർ. എടുക്കാം. വെറുതെ എടുക്കുന്നത് തെറിയ. ആ, ആ. ഓ ഓ. ഓ, അയ്യോ അയ്യോ, എന്നെ കൊല്ലാൻ മാത്രം നീ വളർന്നിട്ടില്ല മോനെ. നീ എന്റെ ജനപിന്തുണ ആരോടെങ്കിലും ചോദിച്ചാ മതി കേട്ടോ. എനിക്ക് ജനപിന്തുണ ഇല്ലെന്ന്. അതെല്ലേ? എന്റെ വീട്ടുകാരുടെ പോലും പിന്തുണ ഇല്ലെന്ന് എനിക്ക്. ആണോ? നീ വെച്ച് പൊക്കോ, നിന്നെ ഞാൻ കാണിച്ചു തരാം. വെറുതെ ഭീഷണിപ്പെടുത്തിയതാ. നല്ല തെറിയായിരുന്നു തോന്നുന്നു. പേടിയാ എനിക്ക് അവരെ. സാറിന്റെ റിയാക്ഷൻ കണ്ടപ്പോ ആ, മനസ്സിലായി. എനിക്ക് പേടിയാ. വെറുതെ ഞാൻ ഭീഷണിപ്പെടുത്തും. ഓക്കെ. പോലീസുകാരൊക്കെ എനിക്ക് നല്ല ഹെൽപ്പാ. ആണോ? എല്ലാവരും നല്ല ഹെൽപ്പാ. Help ആണല്ലേ? വിവരമില്ലാത്തവരല്ലേ. ആ, ആ. ഇപ്പൊ നടക്കാം സാർ. നടക്കാം നടക്കാം. ഇപ്പൊ സാറിന് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് സാർ? ഒരു മേഖല ഏ? ഉണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് സ്ഥലം. സാറിന് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ട്. ആ. മാഹി. മാഹി. മാഹിയോ? ആ, ഇതാണോ? അവിടെയാണല്ലോ മദ്യത്തിന് വില കുറവ്. ആ. അടിച്ചു പൂസാകാമല്ലോ. ഏത് ബ്രാൻഡ്? എന്ത് ഞാനത് പറഞ്ഞത്? മാഹിലല്ലേ വില കുറച്ച് കിട്ടുന്നത്? സാറിന്റെ അയ്യോ, ഞാനത് പറഞ്ഞില്ല. സാറിന്റെ ബ്രാൻഡ് ആണെന്ന് സ്വകാര്യമായിട്ട് ഇല്ല, പറയാമോ? ഇല്ല, പറഞ്ഞിട്ടില്ല. മയക്കു. സാറ് പറഞ്ഞല്ലോ അത്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. മാഹിയിൽ മയ്യഴി പുഴ ഒഴുകുന്നുണ്ടല്ലോ. വളരെ ലളിതമായ അവിസ്മമായ കാര്യങ്ങളുടെ കുളിർമയേകുന്ന മയ്യഴിപ്പുഴയുടെ ഉം. കനാലൊഴുകുന്ന വഴിയാണത്. അതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ ഒന്നും കൊണ്ടും അല്ല ഒരു മിനിറ്റ് പറഞ്ഞത്. സാർ,
ഇപ്പൊ പറഞ്ഞ ഒന്നും കൂടെ പറയാമോ? മഹാകവി എൽട്രസ് പോർട്ട് എന്ന ഇംഗ്ലീഷുകാരൻ എന്താ പറഞ്ഞതെന്ന് അറിയുമോ? ആ, ആ. ലിറ്റിൽ ലിറ്റിൽ ബൈസ് അഗെയിൻ അറ്റ് ദ റൈറ്റ് ഓഫ് മയ്യഴി എന്നാണ് പറഞ്ഞത്. ഇതൊരു പദ്യല്ലേ സാറേ? അങ്ങനെ ഒരു പദ്യം ഉണ്ടോ? ഇംഗ്ലീഷ് പദ്യമാണ് ആയിരിക്കാം, തോന്നുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസം പല ഉണ്ടാവും. വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലല്ലേ? ഇപ്പൊ നടക്കാം സാർ. നടക്കാം. സാർ, ഒരു നേതാവിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് സാർ? സാറിന് അറിയാലോ ഇപ്പൊ എന്തൊക്കെ ഗുണങ്ങൾ വേണ്ടി വരുന്നു. നിങ്ങളെ കുറച്ച് ഇങ്ങോട്ട് മാറി നിന്ന് ആ ക്യാമറ കുറച്ച് മാറ്റി പിടിച്ച എന്തിനാ? കുറച്ച് മാറ്റി പിടിച്ച ഞാൻ പറയാം. ആ. ഇനി ഇങ്ങോട്ട് നോക്കിയ അടി മുതൽ മുടി വരെ ഉം. കണ്ടില്ലേ? ഒരു ഗുണം ഇത്, നല്ല വൃത്തിയും വെടിപ്പും ഇങ്ങനെ വേണം. വൃത്തി വേണം. മനസ്സിലായോ? ഒരിക്കലും ആരെ കുറിച്ചും കയർത്ത് സംസാരിക്കരുത്. അതാണ് ആണല്ലേ? മെയിനായിട്ട് വേണ്ടത്. ആരെ കുറിച്ചൊന്നും പറയരുത്. സാറിന്റെ ഫോൺ ബെല്ലടിക്കും. ബെല്ലടിക്കുന്നുണ്ടല്ലോ. ആ. തെറിയായിരിക്കില്ലേ? എടുക്കണോ? ഇല്ല, എടുത്തോളൂ സാർ. സാറിനൊരു കോൾ കൂടി വരുന്നുണ്ട്. വെറുതെ എടുത്തിട്ട് അവന്റെ വായിലുള്ളത് കേൾക്കണോ? അയ്യോ, ഉം. അയ്യോ, അയ്യോ, നിന്റെ കാലനാടാ തെണ്ടി. എന്റെ അടുത്ത് നിന്റെ ഇതൊന്നും നടക്കില്ല. വീട്ടിൽ പോയി കിടന്നുറങ്ങ്. മനസ്സിലായോടാ? നീ ഉറങ്ങ്, വീട്ടിൽ പോയി. നിന്നെ അവിടെ വന്ന് ഞാൻ എടുത്തോളാം. ആ, സാർ ആരെ വിളിച്ചേ? എന്റെ അച്ഛനായിരുന്നു. ഏ? നമ്മുടെ നാടാകെ മാറിയിരിക്കുന്നു. കുടിലുകളെല്ലാം മാറി ആ സ്ഥാനത്ത് ഫ്ലാറ്റുകളായിരിക്കുന്നു. ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ വത്സ. ഇതോടമല്ലേ തിരുമേനി, ഫ്ലാറ്റിലുള്ളവരെല്ലാം അടിച്ചു ഫ്ലാറ്റായി കിടക്കുവായിരിക്കും. നാട്ടു റോഡിലാണോ ഫാൻസി ഡ്രസ് കളിക്കുന്നത്? ഓടാ. നമ്മളിപ്പോ ഫ്ലാറ്റായി പോയേനെ. എന്റെ തിരുമേനി, ഇത് നമ്മുടെ പാതാളമല്ല, ഭൂമി മലയാളമാ. ഇവിടെ നേരെ നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടത് പാതാളത്തിലേക്കായിരിക്കത്തില്ല, പരലോകത്തേക്കായിരിക്കും. ആ, ഇത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നമ്മുടെ ബൈജു എവിടെയാണ് ആവോ? യാത് ബൈജു? നമ്മുടെ അയ്യപ്പ ബൈജു. ഓ, ലവൻ. ലെവനല്ലോ, കുശൻ. എടാ, നമ്മുടെ അയ്യപ്പ ബൈജു. ഓ, അവനോ? ആ, അവനെ വല്ല ഷാപ്പിൽ തപ്പിയാ മതി. അല്ല വത്സ, കഴിഞ്ഞ പ്രാവശ്യം നാം വന്നപ്പോ അവൻ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തതാണ്. എന്ത്? ഇനി ഞാൻ കുളിക്കില്ല എന്ന്. തിരുമേനി കുടിക്കില്ലെന്നോ? വത്സ, അയ്യപ്പ ബൈജു കുളിക്കില്ല എന്ന്. ഓഹോ. ഇപ്പൊ അവൻ കുടിയെല്ലാം നിർത്തി നല്ല മിടുക്കനായി കാണും. പലവട്ടം മുട്ടി നോക്കി ഞാൻ ബാറിന്റെ ഡോറിൽ തന്നെ, ഒരു ഫുള്ള് വാങ്ങാതെ ഞാൻ പോകില്ല. പലവട്ടം മുട്ടി നോക്കി ഞാൻ ബാറിന്റെ ഡോറിൽ തന്നെ, ഒരു ഫുള്ള് വാങ്ങാതെ ഞാൻ പോകില്ല. അഴകുള്ളൊരു സപ്ലയറെ വിളിക്കുന്നു ഞാൻ നിന്നെ, പെട്ടെന്നൊരു കിക്ക് പിടിക്കണ ലിക്കർ നൽകൂലേ. അഴകുള്ളൊരു സപ്ലയറെ വിളിക്കുന്നു ഞാൻ നിന്നെ, പെട്ടെന്നൊരു കിക്ക് പിടിക്കണ ലിക്കർ നൽകൂലേ. പലവട്ടം മുട്ടി നോക്കി ഞാൻ ബാറിന്റെ ഡോറിൽ തന്നെ, ഒരു ഫുള്ള് വാങ്ങാതെ ഞാൻ പോകില്ല. പൊൻപ്രഭാതം വിടരും മുമ്പേ ബാറിൻ മുന്നിൽ ചെന്നു വിളിച്ചു കൂകി പാറു തുറപ്പിച്ചേ. ശിവാശ്രീകൾ സ്കോച്ച് കഴിക്കാൻ കൊതിച്ചതാണ് നെഞ്ചം, ശിവാസ് റമ്മിൽ മൊത്തം ഒതുക്കില്ല. ഹണിബിയുണ്ട്, ബിജോയ്സ് ഉണ്ട്, സെലിബ്രേഷനുമുണ്ട്, പക്ഷെ കുറഞ്ഞ കാശിന് തരിപ്പ് കിട്ടാൻ ജോഹർ തന്നെ ശരണം. ഞാൻ ഇതിനെക്കാട്ടി വലിയ സ്റ്റാർ ഹോട്ടലൊക്കെ കണ്ട ഇതിനെ പഠിപ്പിക്കണ്ട കേട്ടാ. ഇതിനെക്കാട്ടി ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് കേട്ടാ. വാട്ട്സ് എ പ്രോബ്ലം? ആ ഇന്ത്യക്കാരൻ എന്നെ വെറുതെ തള്ളി വെറുതെ എന്നെ. ഞാൻ എന്റെ സ്നേഹത്തിനെ തരുന്ന അവിടെ. പ്രയാസപ്പെടേണ്ട, മലയാളിയാണ് ഞാൻ. മലയാളിയാണ്? എന്താ പ്രോബ്ലം? നിങ്ങൾ ഈ ഹോട്ടലായിട്ട് കുറെ കാലായി? ഞാനൊരു 2 years തന്നെ. ഓ. ഇവിടെ ഒരു ചായക്ക് ഏകദേശം എത്ര റുപ്യ ഉണ്ടാകുമ്പോ കുടിക്കണമെങ്കിൽ? ഒരു 110 രൂപയോ? 110? ഓ. നമ്മളെ നാട്ടിലത്തെ? അതെ. ഊണിനോ?
ഊണിന് ഒരു 250 രൂപയാവും. ഞങ്ങളെ നാട്ടിൽ 250 രൂപയ്ക്ക് ഒരു കല്യാണം നടത്താം. സത്യം. നമ്മുടെ നാട്ടിൽ ഇതിലും കൂടുതൽ നടത്താം. ഞാനെന്താ വന്നു വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഹോട്ടലിൽ ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓനെ കാണാൻ വേണ്ടി വന്നതാ ഞാൻ. ഇവിടെ എവിടെ നിങ്ങൾ കണ്ടിന്യൂ ഓനെ? കുറെ കാലം മുന്നേ നാട് വിട്ട് വന്നതാ. ഈ ആ. ഹോട്ടലിലോ? ഈ ഹോട്ടലിലോ? ആന്ന്. ഇത് 5 സ്റ്റാർ ഹോട്ടലാ. ഇവിടെ അങ്ങനെ ആരും ഇല്ല. നിങ്ങളെപ്പോലുള്ള സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാർ ഇവിടെ കയറി വരില്ല. ഇതിന്റെ മുതലാളിയുടെ പേരെന്താ? ആ. മുതലാളിയോ? റിച്ചാർഡ് ഹാഡ്ലി. മൂപ്പര് വീട് എവിടെയാ? മൂപ്പർ ഇവിടെ അല്ല, ബാംഗ്ലൂരാ. ഇവിടെ അല്ല, നമ്മളെ തലശ്ശേരി അല്ല, കോഴിക്കോട്. ബാംഗ്ലൂരാ. തന്നെ? ഓ. സത്യം പറയാ നിങ്ങള്? റിച്ച് ടീമാണ്. സാധാരണ നമ്മളെ പോലുള്ള ആൾക്കാരൊന്നും അല്ലല്ലേ? അല്ല, ഇവിടെ റൂമിന് എത്ര രൂപ ചാർജ് ഉണ്ടാവും ഒരു ദിവസം? ഒരു 12,000 രൂപ വരും. 12,000 രൂപ ഉണ്ടാവും. പ്ലസ് ടാക്സ്. അപ്പൊ എത്ര ഉണ്ടാവും? 25,000 വരും. അത്ര വരൂ? അപ്പൊ നമുക്ക് ആ കുളത്തിൽ കയറി കുളിക്കാൻ പറ്റൂ? കൊള അല്ലാതെ സ്വിമ്മിംഗ് പൂളാ. സ്വിമ്മിംഗ് പൂൾ ആണത്. കൊള ആക്കാഞ്ഞാ മതി. യെസ് ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. യാ ഓക്കെ. ഏ? നിങ്ങൾ എന്റെ കാര്യം ഒന്ന് മനസ്സിലാക്കൂ. ലീ മെറിഡിയയിലെ താമസം മാറ്റി താജിലേക്ക് ആക്കാം. എക്സ്ക്യൂസ് മീ സർ. ഓക്കെ 1 മിനിറ്റ്. സർ താജിലേക്ക് ആക്കാം. അതല്ല, എന്റെ ഹോട്ടലിൽ സൗകര്യമില്ല, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. 1 മിനിറ്റ്. ഓക്കെ റിച്ചാർഡിനെ കുറിച്ച് അറിയാലോ നിങ്ങൾക്ക്. സർ, നമ്മുടെ ബോംബെ പാർട്ടിയുടെ ബില്ല് സെറ്റിൽമെന്റ്. Yes, sir, yes, sir, yes, sir. Yes, sir. അപ്പുറത്ത് കൊടുക്കണോ? ഡിസ്കൗണ്ട് കൊടുക്കണായിരിക്കും അതെ, അല്ലേ? ഓക്കെ സർ. ഓക്കെ ഒരു 50% ഡിസ്കൗണ്ട്. ഓക്കെ സർ. ഓക്കെ സർ. എടുക്കട്ടെ? ഓക്കെ സർ. ഇതൊന്ന് കുത്തടൂ. കുത്തം സർ. ഓക്കെ സർ. ഓക്കെ. ശരി സർ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ റൂം ബോയ് പെയ്യും വന്നായിരുന്നു. അതായിരുന്നു. ഏടോ ഇല്ല, നോ പ്രോബ്ലം. ആരത്? ഈ ഓക്കെ ഓക്കെ. ഹോട്ടലിന്റെ ഓണർ ഇല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ പേര്? റിച്ചാർഡ് ഹാഡ്ലി. ഓക്കെ. ഇയാളെ പേരോ? വീട് എവിടെയാ പറഞ്ഞേ? ഇവിടെയല്ല, ബാംഗ്ലൂരാ. പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്താൽ ഇപ്പൊ മതി. കാണിച്ചു ഓക്കെ? തരട്ടോ ഞാൻ. കൊരങ്ങ എന്നെ മനസ്സിലായോ? ക്യാ? ഓക്കെ. എടോ, ചിരിക്കാതെ തുടക്കണോ? ഓക്കെ. ഹമാരെ ദോസ്ത് ഹേ. അമ്മന്റെ ചെയിന് പൊട്ടിച്ചു വന്ന കള്ള കൊരങ്ങൻ കോവല്ലത്. എടോ, അത് ക്ലീൻ ചെയ്യടോ. ശരിക്കും തുടക്കി. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തുടക്കി. ചിരിക്കല്ലടോ. ഇയാളാരടത്? ഇതാരത്? കള്ള കോവല്ലല്ല, കൊരങ്ങ കോവല്. എടോ, തുടക്കണോ അത്. ശരിക്കും വൃത്തിയാക്കണോ. അങ്ങോട്ട് പോ. ഈ ഏരിയയിലേക്ക് വരല്ലേ. പോ. ഞാൻ ബോംബെയിലെ എവിടൊക്കെ അന്വേഷിച്ചോടോ എന്നെ. അതെ, എനിക്ക് മനസ്സിലായി. എന്നെ മനസ്സിലായി. എന്നിട്ട് എന്താ മനസ്സിലാവാത്ത മാതിരി കളിക്കണേ? വാസു, തുടക്കണത്. തുടക്കാനോ നോക്കണോ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഞാൻ അന്ന് കള്ളവണ്ടി കയറിയില്ലേ, ആ. എന്നിട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി തന്നെ? നീ വലിയ ഹോട്ടലൊക്കെ ഹോട്ടല്. ഉണ്ടാക്കിയതാ? ഭയങ്കര സെറ്റപ്പായി. ആ തന്നെ? ഇവിടെ വാ. അതല്ല ഇതെന്താണത്? മാറ്റണോ? സോറി സോറി. അതല്ല, പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു തുടക്കണത്. അല്ല, പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ഞാനിവിടെ ഹോട്ടലൊക്കെ തുടങ്ങി. തന്നെ? ദയവ് ചെയ്ത് കൊരങ്ങാന്ന് മാത്രം വിളിക്കരുത് പ്ലീസ്. അതായത് നാട്ടിൽ അമ്പന്റെ ചെയിന് പൊട്ടിച്ച് കള്ളവണ്ടി. അല്ലടോ, അതൊന്നും ഇവിടെ പറയണ്ട. വേണ്ടല്ലേ? ഇവർക്ക് അറിയില്ല പ്ലീസ്. അല്ലാതെ ആരാര് പെൺകുട്ടി മോളെ? സർ, ഇത് ബോംബെ പാർട്ടിയുടെ ഡിസ്കൗണ്ട് ബില്ലാ. ഒന്ന് സൈൻ ചെയ്ത് തരുമോ? യെസ്, വെയിറ്റ് ആൻഡ് സീ. ഓക്കേ. മോളെ ഇവനെ മനസ്സിലായോ? എന്തുവാ? എന്താ? കൊരങ്ങൻ ബോംബെയിൽ കോവാല. പറഞ്ഞോ? ബോംബെ പാർട്ടിയുടെ ബില്ലാ? അതെ. കൊരങ്ങൻ കോവാല. ഗോപാലുണ്ടോ? എന്താ? തുടക്കണത്. യെസ്, കം ടു ദി പോയിന്റ്. എന്താ? ഒരു കൊരങ്ങനുണ്ടായിരുന്നു ഇവന്റെ നാട്ടിൽ. അതിനെ കുറിച്ച് പറഞ്ഞതാ. ഞങ്ങളുടെ നാട്ടിൽ ഇവന് കൊരങ്ങൻ കോവാല. ഗോപാലുണ്ടോ? അതായത് കൊരങ്ങൻ ഗോപാലനല്ല, റിച്ചാർഡ്. റിച്ചാർഡോ? റിച്ചാർഡാണല്ലോ ഞാൻ. അതുകൊണ്ട് ഓക്കേ, ശരി. അവനറിയില്ല എന്താ സംഭവം ഫോൺ എന്നുള്ളത്. നമ്പർ ഒന്ന് വേണം. ഇവളെ ഫോൺ നമ്പർ ഒന്ന് വേണം. ഇല്ല, സ്റ്റാഫ്സിന്റെ നമ്പർ ഒന്നും ആർക്കും കൊടുക്കില്ല. സ്റ്റാഫ്സ് നമ്പർ കൊടുക്കില്ല. കൊരങ്ങ. 9946977307. ഓക്കെ? തുടക്കണത്. വായ നോക്കിക്കോ. ഇത് ഒറിജിനൽ നമ്പറാണോ? ഇത് ഒറിജിനൽ നമ്പറാണോ? മോളെ, അതല്ല, വേറൊരു കാര്യമുണ്ട്. അതായത് ഇവര് ഞങ്ങള് സ്കൂൾ പഠിക്കുമ്പോഴേ ഇവിടെ ഒരു വലിയ ചൊറി ഉണ്ടായിരുന്നു. ഒരു ചെരങ്ങ അതായത് ചെറി. ഓ, കഴിക്കുന്ന ചെറി. തുടക്കണത്. ഉമ്മ ഒന്നും പറയല്ലടാ പ്ലീസ്. കഴിക്കുന്ന ചെറി അല്ലേ? മോള് പോയിക്കോളൂ കേട്ടോ. അതല്ല മോളെ, തുടക്കണത്. സോറി സോറി. ഒരു 75% 75%ഓ? ഇത്രയോ? ഓക്കെ. ശരി. ഞാൻ നാളെ വിളിക്കാം കേട്ടോ. ബൈ. കൊല്ലു ഞാൻ. എന്താന്ന് പറഞ്ഞേ? ഇവിടുത്തെ എന്റെ പേരെന്താണെന്ന് അറിയോ നിനക്ക്? എനിക്കറിയില്ല. റിച്ചാർഡ് ഹാൻലി. പിന്നെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ജാടായിട്ട് നടക്കണത്? കോളമാക്കല്ലേ. തുടക്കടാ. ഇവിടെ തുടങ്ങി. ഒന്ന് ഇവിടെ തുടങ്ങി. അവിടെ തുടങ്ങി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ
ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുണ്ടല്ലോ. ഏ? മൂത്രമൊഴിക്കാണ്ട് മൂത്രപ്പരിപാടിയാ. മൂത്രമൊഴിക്കണം അത്രേ ഉള്ളൂ. ആ ഉം, ഇവിടെ വെച്ചാലോ? നിർബന്ധ ആ മൂത്രമൊഴിച്ചിട്ട് ആ വഴിക്ക് പോയിക്കോട്ടോ. മോളെ ഞാൻ എവിടെ മൂത്രമൊഴിക്കണ്ടേ? അതായത് ഇവിടെ നേരെ പോവാ, നേരെ നേരെ പോയിട്ട് റൈറ്റിലേക്ക്, റൈറ്റിൽ നിന്ന് വലത്തോട്ട്, പിന്നെ ലെഫ്റ്റ്, ലെഫ്റ്റ്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയി അവിടെയാണ് ബാത്റൂം. അവിടെ മൂത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ പോയിട്ട് മൂത്രം ഒഴിച്ചിട്ട് വാട്ടാ. അമ്മേ, ഇതെന്താ ക്രിക്കറ്റ് കളിക്കാ? ഇങ്ങനെയാണോ തുടക്കല്? തുടക്കണ്ട നീ. പോ 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 പോ. ശ്ശോ, ഓരോ കുരിശുകള്. എക്സ്ക്യൂസ് മീ, കമൺ. എന്തേ? അല്ല വാട്ട് സർ? നമ്മുടെ ബോംബെ താജിന്ന് കസ്റ്റമേഴ്സ് വിളിക്കും. അപ്പോൾ നീ ഒരു എക്സ്ക്യൂസും കൊടുക്കണ്ട. എല്ലാ കാര്യങ്ങളും ടേക്ക് ആയിരിക്കണം. എല്ലാം നീ തന്നെ മാനേജ് ചെയ്യണം. Yes, sir. പിന്നെ സെബാസ്റ്റ്യൻ ഇല്ലേ? റോബർട്ട് റോബർട്ട് സെബാസ്റ്റ്യൻ. റോബർട്ട് സെബാസ്റ്റ്യൻ വിളിച്ചാൽ എന്നെ കണക്ട് ചെയ്യണ്ട. ഓക്കെ? Okay, sir. എല്ലാം പറഞ്ഞ പോലെ ശരിയാക്കണം. ഞാൻ Okay, sir. ഭയങ്കര Yes, സ്ട്രിക്റ്റ് ആണ്. അറിയാലോ? അല്ല Okay? എന്റെ അച്ഛൻ ജയിലിൽ പോയ കാര്യം ഈ അറിഞ്ഞില്ല. അച്ഛൻ ജയിലിൽ പോയത് ആരുടെ അച്ഛൻ? ഇവിടെ അച്ഛൻ ജയിലില്ല. നിങ്ങൾ അറിയില്ല? അതായത് എന്റെ അച്ഛൻ ജയിലില്ല, ഇത് അറിഞ്ഞില്ല ഇതുവരെ? ഞാൻ അറിഞ്ഞിട്ടില്ല. അമ്മനെ ബലാത്സംഗം ചെയ്തിട്ട് അച്ഛൻ ജയിലിലാണല്ലോ. അമ്മേനെ ബലാത്സംഗം ചെയ്യ അച്ഛൻ? ആ മറ്റേ നമ്മുടെ അടുത്ത വീട്ടിലെ ഗോപാലല്ലേ, ആ. ഓന്റെ അമ്മനെ ബലാത്സംഗം ചെയ്തിട്ട് അച്ഛൻ ജയിലില്ല. എടാ, പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്ക്. ചെല്ല്, ചെല്ല്, ചെല്ല്. പോ, 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 പോ. എന്താണില്ല എന്റെ എടാ, അച്ഛന്റെ നാണം കെടുത്തല്ലേ? ആളുകൾ ഇതിലെ പാസ് ചെയ്യുന്നുണ്ട്. കള്ളനാട്ടോ ഈ എന്ത് കള്ളനായി. ഏ? നീ എന്താ പറഞ്ഞേ? എന്ത്? ഈ ഹോട്ടല് 3 സ്റ്റാർ ആണെന്നല്ലേ നീ ആ പറഞ്ഞു? 3 സ്റ്റാർ എന്ന് പറഞ്ഞു. അല്ലേ? ആ പക്ഷെ അത് 5 സ്റ്റാർ കണ്ടാൽ തന്നെ അറിയാം 5 സ്റ്റാർ ആണെന്നുള്ളത്. 3 സ്റ്റാർ ആണിത്. നീ ഹോട്ടലിനെ പറ്റി എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. 5 സ്റ്റാർ ആണെങ്കിൽ കണ്ടാ ഇത് 3 സ്റ്റാർ ആണ് സംഭവം. എന്താ നീ ഇങ്ങനെ പറഞ്ഞ? എടാ 3 സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെയാണോ ബാത്റൂം AC ആവുക? ബാത്റൂം AC ആവുക എങ്ങനെയാ? നീ AC ബാത്റൂമിലെ പോയത്? ആ ഇവിടുന്ന് നേരല്ലേ പോയത്? നേരെ അങ്ങോട്ട് പോയി, എന്നിട്ട് റൈറ്റ് കട്ട് ചെയ്തു, അവൻ റൈറ്റ് കട്ട് ചെയ്ത്, എന്നിട്ട് ലെഫ്റ്റിലേക്ക് പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് നേരെ അങ്ങോട്ട് പോയി അവിടെ മുട്ടി. എന്ത് മുട്ടി? മൂത്രയ്ക്കാൻ മുട്ടി അവിടുന്ന്. ആ ആ ആ ആ. അവനെ അപ്പുറമുള്ള തൊട്ടപ്പുറത്തുള്ള ഡോർ അങ്ങാണ്ട് തുറന്നു. എന്ത് സുഖ, നല്ല തണുപ്പു. കള്ള 5 സ്റ്റാർ ഹോട്ടലായിട്ട് 3 സ്റ്റാർ ആണെന്ന് പറഞ്ഞില്ലേ ഈ കൊരങ്ങ കൊരങ്ങ കൊരങ്ങ. ആ ATM കൗണ്ടർ കയറി മൂത്രമൊഴിച്ചല്ലടാ നീ.